അതിന് കാരണം ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രം, നായക നടൻ, നമ്മളെ സംബന്ധിച്ചോളം സിനിമ എന്ന് പറയുന്ന ഒരു ബിസിനസ് കൂടിയാണ്. അപ്പോൾ അതിൻ്റെ ഒരു മാർക്കറ്റിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ജയറാമിൻ്റെ ഒരു ഏജിലുള്ള ഒരു ഹീറോ കൺസെപ്റ്റുള്ളൊരു ആക്ടർ എനിക്ക് ആവശ്യമാണ്. അപ്പോൾ അങ്ങനെ ചിന്തിച്ചപ്പോഴാണ് ജയറാമിനെ ആലോചിച്ചത്. ജയറാം നാടക പാരമ്പര്യമുള്ളൊരു നടനല്ല. അതുകൊണ്ട് തന്നെ ഒരു പ്രായശ്ചിത്തമായിട്ട് തന്നെയാണ് ഞാൻ ജയറാമും രമ്യ നമ്പീശനും ഒഴിച്ചാൽ ബാക്കി സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും തന്നെ നാടകരംഗത്ത് നിന്ന് വന്നിട്ടുള്ള ആൾക്കാരാണ്, നാടക പാരമ്പര്യമുള്ള ആൾക്കാരാണ്. അപ്പോൾ അത് ഞാൻ ഇതിനൊരു പ്രായശ്ചിത്തമായിട്ടാണ് ബാക്കി എല്ലാവരെയും ഉൾപ്പെടുത്തിയത്. തീർച്ചയായും മറ്റൊരു നടനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമായിരുന്നു, ഇല്ലെന്ന് പറയുന്നില്ല ഞാൻ. പക്ഷേ നമ്മളിപ്പോൾ എന്താ പറയുക, സിനിമയിൽ സജീവമായിട്ട് നിൽക്കുന്ന ഹീറോസ് ആരും തന്നെ നാടകരംഗത്തു നിന്ന് അത്ര സജീവമായി നാടകരംഗത്ത് നിന്ന് വന്നവരല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ പരിമിതി ഉണ്ടായിരുന്നു. ബാക്കി എല്ലാവരും ഞാൻ നാടകത്തിൽ നിന്ന് തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വളരെ സിമ്പിളാണ് ഉത്തരം. കാരണം പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു ഈറ്റില്ലം, ഒരു തട്ടകം എന്ന് പറയുന്നത് കൊല്ലമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ പ്രൊഫഷണൽ നാടക സമിതികൾ ഉണ്ടായിരുന്നത് കൊല്ലത്താണ്. ഒരു കാലഘട്ടത്തിൽ അൻസാർ ലോഡ്ജ് എന്ന് പറഞ്ഞിട്ട് ലോഡ്ജ് ഉണ്ടായിരുന്നു അവിടെ, ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ആ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ടുള്ള ആൾക്കാരൊക്കെ കണ്ടിട്ടുണ്ടാവും അത്. ആ ലോഡ്ജിൽ മിനിമം ഒരു 10-40 നാടക സമിതികളുടെ ഓഫീസിൻ്റെ ബോർഡ് കാണാമായിരുന്നു. ഇന്നിപ്പോൾ അതില്ല, അത് പൊളിച്ചു പോയി. അപ്പോൾ അത്രമാത്രം ഓഫീസുകൾ, നാടക സമിതികളുടെ ഓഫീസും ബുക്കിംഗ് ഓഫീസുകളും ഉണ്ടായിരുന്ന ഒരു നഗരമാണ് കൊല്ലം. അപ്പോൾ അതിൻ്റെ ഒരു ശ്വാസം നിലനിൽക്കുന്ന, പ്രൊഫഷണൽ നാടകത്തിൻ്റെ ഒരു ജീവൻ തുടിപ്പുകൾ ഇപ്പോഴും അവശേഷിക്കുന്ന ഒരു നഗരത്തിൽ ഷൂട്ട് ചെയ്യുക എന്നുള്ളത് ഞങ്ങൾ ആദ്യമേ തീരുമാനിച്ചൊരു കാര്യമാണ്. പിന്നെ അതിന് സാങ്കേതികമായിട്ടുള്ള ചില പ്രശ്നങ്ങളുണ്ടായി വെച്ചാൽ കൊല്ലത്ത് അധികം സിനിമകൾ ഷൂട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ പലരും നമ്മളോട് പറഞ്ഞു കൊല്ലത്ത് ഷൂട്ട് ചെയ്താൽ പ്രശ്നമായിരിക്കില്ല, ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കില്ല എന്നൊക്കെ ചോദിച്ചു. അവിടെ എനിക്ക് കോൺഫിഡൻസ് തന്നത് പ്രൊഡ്യൂസറാണ്. അദ്ദേഹം കൊല്ലക്കാരനാണ്, കൊട്ടാരക്കരക്കാരനാണ്, അനിൽകുമാർ. അപ്പോൾ അദ്ദേഹം പറഞ്ഞ് നമുക്ക് കൂടെ ഷൂട്ട് ചെയ്യാം, അതിനെല്ലാം പിന്തുണ ഞാൻ തരാം. പക്ഷേ എന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം, ആദ്യം തന്നെ ഞാൻ ഷൂട്ട് ചെയ്തത്, ഫസ്റ്റ് ഡേ സിനിമ ഷൂട്ടിങ്ങിൻ്റെ പൂജ ഞങ്ങൾ ഷൂട്ട് ചെയ്തത് ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിലാണ്. ഈ അൻസാർ ലോഡ്ജിൻ്റെ മുമ്പിലുള്ള ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലാണ് ഞങ്ങൾ ഷൂട്ടിങ് തുടങ്ങിയത്. അന്ന് ഞങ്ങൾ വിചാരിച്ച് നടക്കില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ക്യാമറയായിട്ട് അവിടെ ചെന്നത്. പക്ഷേ കൊല്ലത്തുകാർ ശരിക്കും പറഞ്ഞാൽ എന്നെ വിസ്മയിപ്പിച്ചു. അത്രമാത്രം സഹകരണമാണ് കൊല്ലം എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് എനിക്ക് കിട്ടിയത്. എല്ലാ സ്ഥലത്തുനിന്നും, ഞാൻ കൊല്ലം നഗരത്തിലും ബീച്ചിലും അവിടെ ഇവിടെയൊക്കെ ഷൂട്ട് ചെയ്തു. എല്ലായിടത്തു നിന്നും വളരെ കോപ്പറേഷനാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമ്മുടെ തെറ്റിദ്ധാരണയായിരുന്നു, സിനിമാക്കാരുടെ തെറ്റിദ്ധാരണയായിരുന്നു. കൊല്ലം എന്ന് പറയുന്ന പ്രദേശം സിനിമയ്ക്ക് കൊള്ളില്ല എന്ന് പറഞ്ഞ് വെറുതെ ഉണ്ടാക്കിയൊരു തെറ്റിദ്ധാരണയാണെന്ന് തോന്നുന്നു. അതിന് പ്രായശ്ചിത്തമായി മാറി ഈ സിനിമ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഒരുപാട് സിനിമകൾ കൊല്ലത്ത് ഷൂട്ടിംഗ് നടക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സെല്ലുലോയിഡിൽ അങ്ങനെ ഒരു പ്രത്യേക ഒരു കളർ ടോണൊന്നും ടെക്നിക്കൽ സൈഡിൽ പിടിച്ചിട്ടില്ല. നമ്മളൊരു ജനറൽ ടോണിലാണ് സിനിമ ചെയ്തിട്ടില്ല. പക്ഷേ ഇതിലത് ചെയ്യുന്നുണ്ട് ഞങ്ങൾ. കാരണം 3 കാലം വരുന്നതുകൊണ്ട് തന്നെ സിനിമ തുടങ്ങുമ്പോൾ ഉണ്ടായത് 1930 കാലത്തായതുകൊണ്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് നമ്മൾ സിനിമ കുറച്ച് പോർഷൻ. അത് കഴിഞ്ഞ് നിങ്ങളതിന് കമ്മ്യൂണിസ്റ്റാക്കിയുടെ കാലഘട്ടത്തിൽ വരുമ്പോൾ ഒരു സെപ്പിയ ടോണിലാണ്. പിന്നീട് നോർമൽ കഥ നടക്കുമ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടോണിലാണ് അതിൻ്റെ കളർ സ്കീം എന്ന് പറയുന്നത്. മറ്റു കാര്യങ്ങളെന്ന് പറയുന്നത് അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ആ ഒരു ടോണിലാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ സെല്ലുലോയിഡും ഇതും തമ്മിൽ ഒരിക്കലും ഒരു കമ്പാരിസൺ ഇല്ല. സെല്ലുലോയിഡ് സിനിമയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു വ്യക്തിയുടെ വളരെ വ്യക്തിപരമായിട്ടുള്ള ജീവിതമാണെങ്കിൽ ഇത് നാടകമായിട്ട് ബന്ധപ്പെട്ടൊരു വ്യക്തിയോടൊപ്പം തന്നെ നാടക പ്രവർത്തകരായിട്ടുള്ളൊരു കൂട്ടം മനുഷ്യരുടെ കഥയാണ്. പല രീതിയിലുള്ള മനുഷ്യരുടെ ജീവിതം ഇതിനകത്ത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതിന് കുറച്ചും കൂടി വലിയൊരു ക്യാൻവാസാണ്. ശരിക്കും പറഞ്ഞെങ്കിൽ പീരീഡ് ക്രിയേറ്റ് ചെയ്യാൻ സെല്ലുലോയിഡിൽ ബുദ്ധിമുട്ടായിരുന്നു. ആ കാലം ഫുൾ സിനിമ അതായിരുന്നുകൊണ്ട് കാലം പുനഃസൃഷ്ടിക്കാൻ കുറച്ച് പാടുണ്ടായിരുന്നു. അതിൽ അത്തരം പ്രശ്നം ഇതിലില്ലെങ്കിൽ പോലും ഇതിന് നാടകത്തിൻ്റെ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് നല്ല പണിയുണ്ടായിരുന്നു. ഉദാഹരണത്തിന് ഒരുപാട് സീനിൽ നാടകം കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഈ സ്റ്റേജ്, അതിൻ്റെ ബാക്ക് ഡ്രോപ്പ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിന് ആർട്ട് ഡയറക്ടർ സുരേഷ് കൊല്ലം വളരെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ നൈറ്റ് ഷൂട്ടിങ്സ് ഒരുപാടുണ്ടായിരുന്നു. നാടകം സംഭവിക്കുന്നത് മിക്കവാറും രാത്രികളിലാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട്. പിന്നെ നാടകരംഗത്ത് തന്നെ ആയാലും ഇപ്പോൾ ആർട്ടിസ്റ്റ് സുജാതൻ, എനിക്ക് അദ്ദേഹത്തിൻ്റെ പേരെടുത്ത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം നമുക്കറിയാം നാടകരംഗത്തെ ഒരു ആചാര്യനാണ് ഈ ബാക്ക് ഡ്രോപ്സ് വരയ്ക്കാനായിട്ട്. രംഗസംവിധാനം ആർട്ടിസ്റ്റ് സുജാതൻ എന്നുള്ള പേര് കേൾക്കാത്തൊരു മലയാളി ഉണ്ടാവില്ല. അപ്പോൾ അദ്ദേഹം തന്നെയാണ് നമുക്ക് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഈ ബാക്ക് ഡ്രോപ്സ് എല്ലാം വരച്ച് തന്നത്. അപ്പോൾ അങ്ങനെ നാടകരംഗത്ത് ഒരുപാട് പേരുടെ സഹകരണം, ഒരുപാട് നാടക ട്രൂപ്പുകളുടെ സഹകരണം. ഇപ്പോൾ സതീഷ് സംഘമിത്ര അദ്ദേഹത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരുപാട് നമുക്ക് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് വിട്ട് തന്ന് ഈ പടത്തിന് വേണ്ടി ഓടാനായിട്ട്, നാടക വണ്ടിയായിട്ട്. കൂടെ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കേർട്ടൻസ്, അങ്ങനെ പിന്നെ മോറൽ സപ്പോർട്ടുമായിട്ട് ഒരുപാട് നാടകക്കാർ, ഒരുപാട്. എനിക്ക് കേരളത്തിലുള്ള എല്ലാ നാടക കലാകാരന്മാരോട്, നാടക പ്രസ്ഥാനങ്ങളോട് ഒരുപാട് കടപ്പാടുണ്ട്. KPSC ഇപ്പം ഇന്നും നമ്മൾ ഈ പടത്തിൽ KPSCയുടെ പേര് ഉപയോഗിക്കുന്നതിനെല്ലാം ഉണ്ട്. ശ്രീ പന്ന്യൻ രവീന്ദ്രൻ അടക്കമുള്ള CPIയുടെ പ്രവർത്തകർ, KPSCയുടെ ഷാജഹാൻ സെക്രട്ടറി, അങ്ങനെ KPSCയായിട്ട് ബന്ധപ്പെട്ട എല്ലാവരും ഇതിന് ഫുൾ സപ്പോർട്ട് തന്നതാണ്. കാളിദാസ കലാന്തരത്തിൻ്റെ രാജേന്ദ്രനായാലും സന്ധ്യയായാലും അങ്ങനെ എല്ലാവരും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ സിനിമ ഞാൻ സമർപ്പിക്കുന്നത് തന്നെ കേരളത്തിലുള്ള നാടക പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരോട്.